ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. റീസെൻ്റ് ആയിട്ട് ചോദിച്ച ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. CBT എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, അക്കോർഡിംഗ് ടു ദ ഫ്യൂച്ചർ നഴ്സ് സ്റ്റാൻഡേർഡ്സ്, വാട്ട് ഈസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സെൻട്രൽ ടു? ചൂസ് ദ കറക്റ്റ് ആൻസർ. അക്കോർഡിംഗ് ടു ദ ഫ്യൂച്ചർ നഴ്സ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ആദ്യം എന്താണ് ഈ ഫ്യൂച്ചർ നഴ്സ് സ്റ്റാൻഡേർഡ്സ് എന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം ഓപ്ഷനിലോട്ട്. ഇപ്പോൾ ഫ്യൂച്ചർ നഴ്സ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് നോളജ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേണ്ട സ്കിൽസ്, അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയേഴ്സ്, അതായത് നോളജ്, സ്കിൽസ്, ബിഹേവിയേഴ്സ് ഒരു നേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ബീങ് എ നേഴ്സ് നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. അപ്പൊ അതിനെയാണ് ദ ഫ്യൂച്ചർ നേഴ്സ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് കുറച്ച് നോളജ്, സ്കിൽസ്, ബിഹേവിയർ അത് ഒരു നേഴ്സ് ആണെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ടും അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പോളിസി അനുസരിച്ചിട്ട് പറയുന്നത്. അപ്പൊ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് കെയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു സിനാരിയോയില് നമുക്ക് ഫ്യൂച്ചർ നേഴ്സ് സ്റ്റാൻഡേർഡ്സിൽ വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ. അതിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അക്കോർഡിംഗ് ടു ദ ഫ്യൂച്ചർ നേഴ്സ് സ്റ്റാൻഡേർഡ്സ്, വാട്ട് ഈസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സെൻട്രൽ ടു? അപ്പൊ ഫ്യൂച്ചർ നേഴ്സ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസ്, നോളജ്, ബിഹേവിയേഴ്സ് അത് ബീങ് എ നേഴ്സ് നമുക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണമെന്നാണ് UK പോളിസി പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിൽ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ദ പ്രൊവിഷൻ ഓഫ് സേഫ് ആൻഡ് കമ്പാഷനേറ്റ് പേഴ്സൺ സെന്റേഡ് കെയർ. ഇപ്പൊ ഞാൻ ഇവിടെ റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സേഫ് ആൻഡ് കമ്പാഷനേറ്റ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സേഫും ആയിരിക്കണം, കമ്പാഷനേറ്റും ആയിരിക്കണം, അതുപോലെ തന്നെ പേഴ്സൺ സെന്റേഡ് കെയർ ആയിരിക്കണം. പേഴ്സൺ സെന്റേഡ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് നേഴ്സ് ഫോക്കസ്ഡ്, അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേഡ്, അല്ലെങ്കിൽ പേഴ്സൺ സെന്റേഡ് അല്ലെ. നേഴ്സ് ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പണി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർത്തു പോകുന്നത്. പക്ഷെ അത് പേഷ്യന്റ് സെന്റേഡ് അല്ലെങ്കിൽ പേഴ്സൺ സെന്റേഡ് ആകുമ്പോൾ എന്താണ്? നമ്മൾ കൂടുതൽ സമയം എടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ, കൺസേൺസ് ഒക്കെ ലിസൺ ചെയ്ത് അതിന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്ത് നമ്മൾ സമയം എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് പേഴ്സൺ സെന്റേഡ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷനിൽ സേഫ് ആൻഡ് കമ്പാഷനേറ്റീവ് ആയിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പേഴ്സൺ സെന്റേർഡും ആയിരിക്കണം. അതായത് ആ പേഴ്സൺ ഒരുപാട് ഇമ്പോർട്ടന്റ് കൊടുത്തായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. രണ്ടാമത്തത് ദ പ്രൊവിഷൻ ഓഫ് കമ്പാഷനേറ്റ് പേഴ്സൺ സെന്റേർഡ് കെയർ. ഇവിടെ സേഫ് ഇല്ല, കമ്പാഷനേറ്റ് മാത്രമേ ഉള്ളൂ. കമ്പാഷനേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. മൂന്നാമത്തത് ദ പ്രൊവിഷൻ ഓഫ് സേഫ്, സ്കിൽഡ് ആൻഡ് നോളജബിൾ പേഴ്സൺ സെന്റേഡ് കെയർ. അപ്പൊ സേഫ് ആയിരിക്കണം, നമുക്ക് സ്കിൽഡ് ഉണ്ടായിരിക്കണം ആൻഡ് നോളജബിൾ ഉണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. അതിനകത്ത് നമുക്ക് മിസ്സാകുന്ന വലിയൊരു സംഭവമാണ് കമ്പാഷനേറ്റ്. അപ്പൊ നമുക്കത് നേരെ എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം കമ്പാഷൻ ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല അല്ലെ. കാരണം അതൊരു കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത്. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷൻ സീനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ ഡി വരുന്നത് ദ പ്രൊവിഷൻ ഓഫ് സേഫ് ആൻഡ് കമ്പാഷനേറ്റ് കെയർ. ഇവിടെ സേഫും ഉണ്ട്, കമ്പാഷനേറ്റും ഉണ്ട്, പക്ഷെ എന്താണ്? പേഴ്സൺ സെന്റേർഡ് കെയർ ഇല്ല. അപ്പൊ പേഴ്സൺ സെന്റേർഡ് കെയറും ഇമ്പോർട്ടന്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ ആൻസർ കറക്റ്റ് ആയിട്ട്. ദ പ്രൊവിഷൻ ഓഫ് സേഫ് ആൻഡ് കമ്പാഷനേറ്റ് പേഴ്സൺ സെന്റേർഡ് കെയർ. അതായത് സേഫും ആയിരിക്കണം, അതുപോലെ കമ്പാഷനേറ്റും ആയിരിക്കണം. നോക്കിക്കേ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് സെൻട്രൽ ടു ദ പ്രൊവിഷൻ ഓഫ് സേഫ് ആൻഡ് കമ്പാഷനേറ്റ് പേഴ്സൺ സെന്റേർഡ് കെയർ. Registered nurses in all fields of nursing practice must be able to demonstrate the ability to communicate and manage relationships with people of all ages, with all range of mental, physical, cognitive and behavioral health challenges. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദ പ്രൊവിഷൻ ഓഫ് സേഫ് ആൻഡ് കമ്പാഷനേറ്റ് പേഴ്സൺ സെന്റേർഡ് കെയർ എന്നുള്ളതാണ് ആൻസർ വരുന്നത് കേട്ടോ. Question number 2. At what systolic measurement is a nurse no longer able to palpate a radial pulse? Choose the correct answer. അപ്പം സിസ്റ്റോളിക് മെഷർമെന്റ്, അത് നമ്മൾ ബ്ലഡ് പ്രഷർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹാർട്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ബ്ലഡ് ഓൾ ഓവർ ബോഡിയിൽ എത്തിച്ചേരുന്നത്. അപ്പൊ ആ ഒരു പ്രഷറാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് തന്നെ രണ്ട് സ്റ്റേജസ് ഉണ്ട്, ഒന്ന് സിസ്റ്റോളിക്കും ഒന്ന് ഡയസ്റ്റോളിക്കും. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം സിസ്റ്റോളിക് മെഷർമെന്റ്, nurse no longer able to palpate a radial pulse. അപ്പൊ ഇപ്പൊ നമ്മൾ കൂടുതൽ ഡിജിറ്റൽ സ്പിഗ്മോമാനോമീറ്റർ ആണ് നിങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് അല്ലെ. വളരെ ചുരുക്കമായിരിക്കും എനിക്ക് തോന്നുന്നത് സ്റ്റെത്തൊക്കെ വെച്ച് ഹോസ്പിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം
പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിലും സ്റ്റെത്ത് വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റേഡിയൽ പൾസ് ചെക്ക് ചെയ്യുമായിരുന്നു. റേഡിയൽ പൾസ് വെച്ചിട്ട് നമുക്ക് ഈ സിസ്റ്റോളിക് മെഷർമെന്റ് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ റേഡിയൽ പൾസ് പാൽപേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ വരുമ്പോഴേക്കുമാണ് ഏതോ ഒരു റീഡിങ്ങിൽ എത്തുമ്പോഴേക്കും നമുക്ക് പിന്നെ അത് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ഏതോ 80 ആയിരിക്കാം, 90 ആയിരിക്കാം, 100 ആയിരിക്കാം, ഏതോ ഒരു മെഷർമെന്റിൽ എത്തുന്ന സമയത്ത് പിന്നെ നമുക്ക് അത് പാൽപേറ്റ് കിട്ടത്തില്ല. അത് ആ ഒരു മെഷർമെന്റ് ആണ് അവര് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഓപ്ഷൻസിലോട്ട് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ലെസ് ദാൻ 120, ഓപ്ഷൻ ബി ലെസ് ദാൻ 100, ഓപ്ഷൻ സി ലെസ് ദാൻ 80, ഓപ്ഷൻ ഡി ലെസ് ദാൻ 90. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ലെസ് ദാൻ 80. നോക്കിക്കേ, വാട്ട് ഈസ് പാൽപ്പബിൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ? പാൽപേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. എ നോൺ ട്രഡീഷണൽ വേ ടു ടേക്ക് ബ്ലഡ് പ്രഷർ ഇൻ ടൈം ക്രിട്ടിക്കൽ ഓർ മാസ് കാഷ്വാലിറ്റി സിനാരിയോസ്. ബൈ ഫീലിംഗ് ഓർ സർട്ടൻ പൾസസ് യു ക്യാൻ എസ്റ്റിമേറ്റ് സിസ്റ്റോളിക് ബട്ട് നോട്ട് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അപ്പൊ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്ന സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആയിരിക്കും ഈ പാൽപ്പബിൾ മെത്തേഡ് വെച്ചിട്ട് കേട്ടോ. അപ്പൊ പാൽപ്പബിൾ റേഡിയൽ പൾസ് ഇംപ്ലൈസ് എ സിസ്റ്റോളിക് ഓഫ് 80 mmHg അറ്റ് മിനിമം, ഫിമറൽ 70, കരോട്ടിഡ് 60. അപ്പൊ നമുക്ക് ചോദ്യത്തില് ചോദിച്ചിരിക്കുന്നത് റേഡിയൽ ആണ്, ഉണ്ടോ? റേഡിയൽ പൾസിൽ ഏതാണ് ആൻസർ വരുന്നത്? റേഡിയൽ പൾസിൽ ആൻസർ വരുന്നത് 80. ഫിമറിൽ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല, കരോട്ടിഡും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. എപ്പോഴും തന്നെ ചെക്ക് ചെയ്യുന്ന റേഡിയൽ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ റേഡിയൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റേഡിയൽ ചോദിച്ചത് കൊണ്ട് ആൻസർ വരുന്നത് ലെസ് ദാൻ 80 ആണ് ആൻസർ വരുന്നത് കേട്ടോ, ലെസ് ദാൻ 80. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. Which statement promotes effective evidence-based practice? Choose the correct answer. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? കുറെ സ്റ്റേറ്റ്മെന്റ് അവർ തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ആപ്ലിക്കേഷൻ ഓഫ് സ്കിൽസ് ഇൻ റേഞ്ച് ഓഫ് EBP എന്ന് പറഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ടു ഡെവലപ്പ് കെയർ പ്ലാൻസ് വിത്ത് അതേഴ്സ്. അപ്പം ആദ്യത്തേനകത്ത് ആപ്ലിക്കേഷൻ ഓഫ് സ്കിൽസ് ഞാൻ റെഡ് കളർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്കിൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്കിൽസ് വെച്ചിട്ട് എന്താണ് ഡെവലപ്പ് കെയർ പ്ലാൻസ് വിത്ത് അതേഴ്സ്, അതിനകത്ത് സ്കിൽസ് മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്, നമ്മുടെ നോളജും സ്കിൽസും ആപ്ലിക്കേഷൻ ചെയ്യണം ഇൻ എ റേഞ്ച് ഓഫ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ടു കംപ്ലൈ വിത്ത് ദ മെന്റൽ ഹെൽത്ത് ആക്ട്. മെന്റൽ ഹെൽത്ത് ആക്ട് ഒക്കെയാണോ? മോളത്തേനകത്ത് പറഞ്ഞിരിക്കുന്നത് കെയർ പ്ലാൻ വിത്ത് അതേഴ്സ് ആണ്, കെയർ പ്ലാൻ വിത്ത് അതേഴ്സ്. രണ്ടാമത്തേനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് ആക്ട്, വിത്ത് ദ മെന്റൽ ഹെൽത്ത് ആക്ട്. മൂന്നാമത്തെ ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ എ റേഞ്ച് ഓഫ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ടു ഡെവലപ്പ് കെയർ പ്ലാൻസ് വിത്ത് സർവീസ് യൂസേഴ്സ് ഫാമിലീസ്. അപ്പൊ അവിടെ നമുക്ക് സ്കിൽസ് ഇല്ല, നോളജ് മാത്രമേ ഉള്ളൂ, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? സർവീസ് യൂസേഴ്സ് ഫാമിലി, സർവീസ് യൂസർ, നമ്മുടെ സർവീസ് യൂസർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ്. പേഷ്യന്റിന്റെ ഇമ്പോർട്ടൻസ് ഇല്ല, അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ആർക്കാണ്? സർവീസ് യൂസേഴ്സ് ഫാമിലീസ്, അത് പേഷ്യന്റിന്റെ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം, നേരെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി ഡി നോക്കിക്കേ, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്. ഇവിടെ നോളജ് ആൻഡ് സ്കിൽസ് ഉണ്ട്. ഇൻ എ റേഞ്ച് ഓഫ് evidence based practice to develop care plans with the service users and others. അവിടെ നമ്മളുടെ പേഷ്യന്റ് വരുന്നുണ്ട്. നോക്കിയേ, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്. അപ്പൊ നോളജും സ്കിൽസും എന്താണെങ്കിലും നമുക്ക് മസ്റ്റ് ആയിട്ട് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിൽ വേണം. സ്കിൽസ് മാത്രം പോരാ, നോളജ് മാത്രം പോരാ, നമുക്ക് എന്ത് വേണം? നോളജും സ്കിൽസും വേണം. എന്നിട്ട് ടു ഡെവലപ്പ് കെയർ പ്ലാൻസ് വിത്ത് സർവീസ് യൂസേഴ്സ്. അപ്പൊ നമ്മൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സർവീസ് യൂസേഴ്സ്, അത് നമ്മുടെ പേഷ്യൻസിന് വേണ്ടിയിട്ടും ആൻഡ് അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തേനകത്ത് സ്കിൽസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. രണ്ടാമത്തേനകത്ത് നോളജ് ആൻഡ് സ്കിൽസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ഉണ്ട്, പക്ഷെ മെന്റൽ ഹെൽത്ത് ആക്ട് ആണ്, അതുകൊണ്ട് നമുക്ക് അത് എലിമിനേറ്റ് ചെയ്ത് കളയാം. മൂന്നാമത്തെ എന്താണ്? നോളജ് മാത്രമേ ഉള്ളൂ, സ്കിൽസ് ഇല്ല. സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ സർവീസ് യൂസേഴ്സിന്റെ ഫാമിലിക്കാണ് അവിടെ ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നത്, സർവീസ് യൂസറായ പേഷ്യന്റിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. നാലാമത്തെ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ റേഞ്ച് ഓഫ് EBP to develop care plans with the service users and others. ഇവിടെ നമുക്ക് പേഷ്യന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് സർവീസ് യൂസർ, അതായത് നമ്മുടെ പേഷ്യന്റിനും മറ്റുള്ളവർക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ റേഞ്ച് ഓഫ് EBP ടു ഡെവലപ്പ് കെയർ പ്ലാൻസ് വിത്ത് സർവീസ് യൂസേഴ്സ് ആൻഡ് അതേഴ്സ് എന്നുള്ളതാണ് ആൻസർ വരുന്നത് കേട്ടോ. നോക്കിക്കുക, അതാണ് ആൻസർ വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ റേഞ്ച് ഓഫ് EBP ടു ഡെവലപ്പ് കെയർ പ്ലാൻസ് വിത്ത് സർവീസ് യൂസേഴ്സ് ആൻഡ് അതേഴ്സ്. Question number 4. A patient has presented with a red, hot and painful bite from a cat. What are your actions? Choose the correct answer. ഇപ്പോൾ പേഷ്യന്റ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് റെഡ് ആണ്, ഹോട്ട് ആണ്, പെയിൻ ആണ്, അത് എല്ലാ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. എന്ത് സംഭവിച്ചത്?
പൂച്ച കടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പെയിൻഫുൾ ബൈറ്റ് ഫ്രം എ കാറ്റ്. വാട്ട് ആർ യുവർ ആക്ഷൻസ്? ചൂസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മളുടെ ആക്ഷൻ എന്തായിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സ്വാബ് ദ വൂണ്ട് ആൻഡ് കൺസിഡർ ആന്റിബയോട്ടിക്സ്. ഓക്കെ, നമുക്കതൊന്ന് കൺസിഡർ ചെയ്ത് വെക്കാം അല്ലെ. കാരണം എന്താണ്, നമ്മൾ ഒന്നാമത് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് സ്വാബ് ചെയ്ത് നോക്കുന്നു, പിന്നെ ആന്റിബയോട്ടിക് ആയിരിക്കും ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ഓപ്ഷൻ വരെ നോക്കിയിട്ട് നമുക്ക് അത് കൺഫേം ചെയ്താൽ മതി. ഓപ്ഷൻ ബി, ലീവ് ദ വൂണ്ട് ഓപ്പൺ ആൻഡ് ഗിവ് സെഡേറ്റീവ്. സെഡേഷൻ കൊടുക്കണം എന്നാണ്. നേരെ എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ. റോങ് ആൻസർ ആണ്. ഡ്രസ് ദ വൂണ്ട് ആൻഡ് ഡിസ്ചാർജ്. ജസ്റ്റ് വൂണ്ട് ഡ്രസ് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമോ? ഇല്ല. നമ്മൾ അതിന്റെ ഒരു ഇത് ക്ലാരിഫിക്കേഷൻ നോക്കിയിട്ടേ നമ്മൾ പേഷ്യന്റ് വിടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതും എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ ഡി, ക്ലീൻ ദ വൂണ്ട് ആൻഡ് ഗിവ് ആന്റി ഹൈപ്പർടെൻസീവ്. ആന്റി ഹൈപ്പർടെൻസീവ് നമ്മൾ കൊടുക്കുമോ കാറ്റ് ബൈറ്റിൽ? പേഷ്യന്റ് ബ്ലഡ് പ്രഷർ ഹൈ ഒന്നും അല്ല അല്ലെ. അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ എന്താണ് റൈറ്റ് ആൻസർ വരുന്നത്? സാബ് ദ വൂണ്ട് ആൻഡ് കൺസിഡർ ആന്റിബയോട്ടിക്സ്. പേഷ്യന്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് ആന്റിബയോട്ടിക്. കൂടുതലും ഈ കാറ്റ് ബൈറ്റ് ഒക്കെ വരുന്ന പേഷ്യൻസിന് അവര് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കാരണം പിന്നീട് അതൊരു ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ആൻസർ സ്വാബ് ദ വൂണ്ട് ആൻഡ് കൺസിഡർ ആന്റിബയോട്ടിക്സ് എന്നുള്ളത് വരുന്നത്. ഇനി ഓപ്ഷൻ question number 5, a patient scores 5 out of 10 for pain of a non-deformed limb injury. Which analgesia is given? Choose the correct answer. കേട്ടോ. അപ്പൊ പേഷ്യന്റിന്റെ പെയിൻ ആണ്. പെയിൻ സ്കോർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? സ്കോർസ് 5 out of 10. അത് 10ൽ 5 വന്നിരിക്കുന്നത്. അപ്പൊ 10ൽ 5 എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നതെന്നോ ഓർത്ത് വെക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. എന്താണ്? മോഡറേറ്റ് പെയിൻ ആണ്. അപ്പൊ മോഡറേറ്റ് പെയിൻ ആണ് പേഷ്യന്റ് ഉള്ളത്. അപ്പൊ പേഷ്യന്റ് കണ്ടീഷനും കൂടെ ഒന്ന് നോക്കാം. ഓഫ് എ നോൺ ഡിഫോംഡ് ലിംബ് ഇഞ്ചുറി. അതായത് നോൺ ഡിഫോംഡ് ലിംബ് ഇഞ്ചുറി ആണ്, അതായത് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ആണ് പേഷ്യന്റ് സംഭവിച്ചിരിക്കുന്നത്. വിച്ച് അനാൽജേസിയ ഈസ് ഗിവൺ? ഏത് അനാൽജസിക്സ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്? ചൂസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, പാരസിറ്റാമോൾ ആൻഡ് ഐബുപ്രൂഫിൻ. അപ്പൊ പാരസിറ്റാമോളും ഐബുപ്രൂഫിനും കൊടുക്കുന്ന ഏത് പെയിനിലാണ്? മൈൽഡ് പെയിനിലാണ് അല്ലെ. മൈൽഡ് പെയിൻ, അതായത് നോൺ ഒപ്പിയോഡ്സ്, അതായത് അനാൽജസിക്കൽ ആർഡറിനകത്താണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോൺ ഒപ്പിയോഡ്സ് ആണ് പാരസിറ്റാമോളും ഐബുപ്രൂഫിനും. അപ്പൊ നോൺ ഒപ്പിയോഡ്സ് കൊടുക്കണമെങ്കിൽ പെയിൻ അതുവരെ ആയിരിക്കണം 1 to 4 ആയിരിക്കണം. ഇവിടെ പേഷ്യന്റ് 5 ആണ്. അപ്പൊ നമ്മൾ മൈൽഡ് അനാൽജസിക്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, കോഡിൻ ആൻഡ് ഐബുപ്രൂഫിൻ. ഇവിടെ കോഡിൻ ഉണ്ട്. കോഡിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൽഡ് ഒപ്പിയോഡ്സ്. അപ്പൊ മൈൽഡ് ഒപ്പിയോഡ്സ്, മോഡറേറ്റ് പെയിനിൽ നമ്മൾ കൊടുക്കുന്നത് മൈൽഡ് ഒപ്പിയോഡ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് കോഡിനും ട്രമഡോളും വരുന്നത്. അതിൽ കോഡിൻ ഇതിനകത്തുണ്ട്, പക്ഷെ എന്താണ് കൂടെയുള്ള ആള് ട്രമഡോൾ അല്ല, ഐബുപ്രൂഫിൻ ആണ്. ഐബുപ്രൂഫിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും മൈൽഡ് പെയിൻ നമ്മൾ കൊടുക്കുന്നത്, അതായത് നോൺ സ്റ്റീറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. ഓപ്ഷൻ സി, മോർഫിൻ ആൻഡ് പാരസിറ്റാമോൾ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് മോർഫിൻ എവിടെ കൊടുക്കുന്നത്? സിവിയർ പെയിനിലാണ് കൊടുക്കുന്നത്. അപ്പൊ സിവിയർ പെയിൻ നമുക്ക് ആ ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഓപ്ഷൻ എയും എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം എന്താണ്? അത് മൈൽഡ് പെയിനാണ് കൊടുക്കുന്നത്. മറ്റേത് പെയിൻ വെച്ചിട്ട് മോഡറേറ്റ് പെയിൻ ആണുള്ളത് പേഷ്യന്റ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ മൈൽഡ് പെയിൻ ആയതുകൊണ്ട് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ സി സിവിയർ പെയിൻ കൊടുക്കുന്ന മാനേജ്മെന്റ് ആയതുകൊണ്ട് അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ ഡി നോക്കിക്കേ, ഡൈക്ലോഫിനാക് ആൻഡ് ട്രമഡോൾ. ഡൈക്ലോഫിനാക്കും ട്രമഡോളും. അപ്പൊ ട്രമഡോൾ നമുക്ക് ഏതാണ്? മോഡറേറ്റ് പെയിനിൽ നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ബിയും ഡിയും ഓക്കെയാണ്. നമുക്ക് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അതായത് കോഡിൻ ആൻഡ് ഐബുപ്രൂഫിൻ. കാരണം പേഷ്യന്റിന്റെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? പേഷ്യന്റിന്റെ കേസ് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ആണ്, അതായത് നോൺ ഡിഫോംഡ് ലിംബ് ഇഞ്ചുറി, സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ആണ്. സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറിയിലെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റീറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ് അവർ കൂടുതലും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരുന്നത്, കോഡിൻ ആൻഡ് ഐബുപ്രൂഫിൻ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, കോഡിൻ ആൻഡ് ഐബുപ്രൂഫിൻ. റീസൺ ഇതുകൊണ്ടാണെന്ന് ഓർത്ത് വെച്ചോണേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, വാട്ട് ആക്ഷൻ ഡസ് എ നഴ്സ് ടേക്ക് ഹു ഈസ് വർക്കിംഗ് വിത്ത് എ പേഷ്യന്റ് ഹു വിൽ നോട്ട് ടേക്ക് ദർ മെഡിക്കേഷൻ? ചൂസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഒരു നഴ്സ് എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത്? പേഷ്യന്റ് ഹു വിൽ നോട്ട് ടേക്ക് ദർ മെഡിക്കേഷൻ. പേഷ്യന്റ് വില്ലിംഗ് അല്ല മെഡിക്കേഷൻ എടുക്കാനായിട്ട്, മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് വില്ലിംഗ് അല്ല. അപ്പം ബീങ് എ നഴ്സ് നമ്മളുടെ ആക്ഷൻ എന്താണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സജസ്റ്റ് ദ പേഷ്യന്റ് ട്രൈ ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ് സച്ച് യോഗ. പേഷ്യന്റിനോട് പറയുക ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള തെറാപ്പി, അത് യോഗ ചെയ്യാനായിട്ട് പറയും. ഇപ്പൊ പേഷ്യന്റ് ഇവിടെ എന്താ പ്രശ്നം? പേഷ്യന്റ് മരുന്ന് എടുക്കുന്നില്ല. മരുന്ന് എടുക്കുന്നതിന് പകരം നമ്മൾ അവരോട് പറയണം യോഗ ചെയ്യാൻ പറയുകയാണ്. അതൊരു റൈറ്റ് ആൻസർ ആണോ? അല്ല. നമുക്ക് നേരെ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ആൻസർ ആണത്. ലീവ് ദിസ് വിത്ത് ദ മെഡിക്കൽ ടീം ടു അഡ്വൈസ്. കൊടുക്കാതിരിക്കുക, എന്നിട്ട് മെഡിക്കൽ ടീമിന്റെ അഡ്വൈസ് തേടുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷന്. ഓക്കെ, നമുക്കൊരു സൈഡിൽ വെക്കാം. ഇപ്പൊ പേഷ്യന്റ് ഒട്ടും വില്ലിംഗ് അല്ല എടുക്കാമെങ്കിൽ നമുക്ക് അങ്ങനെ മെഡിക്കൽ ടീമിനെ ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് സൈഡിൽ വെക്കാം.
ഓപ്ഷൻ സി, എൻകറേജ് പേഷ്യന്റ് ടു ആസ്ക് അബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പേഷ്യന്റിനെ എൻകറേജ് ചെയ്യുക അവരുടെ കണ്ടീഷനെ പറ്റിയിട്ട് ചോദിക്കാനും ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനും. അതും നമുക്ക് സൈഡിൽ വെക്കാം. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും പേഷ്യന്റിനെ എൻകറേജ് ചെയ്യണം അല്ലെ, അവർക്ക് എന്താ പ്രോബ്ലം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യണം. അപ്പൊ നമുക്ക് അതും വെക്കാം സൈഡിൽ. ഓപ്ഷൻ ഡി, എൻകറേജ് ദ പേഷ്യന്റ് ടു ഡു ആസ് ദ ഡോക്ടർ ഹാസ് സെഡ്. നമ്മൾ പറയണം പേഷ്യന്റിനോട് പറഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മരുന്ന് എടുക്കാനായിട്ട്, അതുകൊണ്ട് നിങ്ങൾ മരുന്ന് എടുക്കാനായിട്ട് വരണം. അത് കറക്റ്റ് ആൻസർ ആണോ? അല്ല, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നോക്കിക്കേ. ഓപ്ഷൻ ബിയിലും സിയിലും ആൻസർ കൂടുതലും ചേർന്ന് നിൽക്കുന്ന ഏതാ വരുന്നത്? എൻകറേജ് പേഷ്യന്റ് ടു ആസ്ക് അബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് നമ്മൾ അവരുടെ കണ്ടീഷനും ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു മെഡിക്കേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുകയും അവരായി മെഡിക്കേഷൻ എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ സിയിലോട്ട് നമ്മൾ മെഡിക്കൽ ടീമിനെ ഇൻഫോം ചെയ്യുന്നത് കറക്റ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത്? എൻകറേജ് പേഷ്യന്റ് ടു ആസ്ക് അബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. നമ്മൾ പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റിയിട്ട് ചോദിക്കുക, എന്നിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ആകുന്നു എന്നുള്ളത് നമ്മൾ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ആ പേഷ്യന്റ് വില്ലിംഗ് ആവും മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻകറേജ് ദ പേഷ്യൻസ് ടു ആസ്ക് അബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. According to the Nursing and Midwifery Council, which one of the following patients would be excluded from self-administration of medication? According to the Nursing and Midwifery Council, അതായത് NMCയുടെ അടിസ്ഥാനത്തിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേഷ്യൻസ് വുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. ഇത് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാൻ പറ്റും. കാരണം നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ, അതായത് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ എക്സ്ക്ലൂഡ് ചെയ്യുന്ന കുറെ ക്രൈറ്റീരിയ നമ്മൾ പഠിക്കുന്നുണ്ട് ക്ലാസ്സിൽ. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയയിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആരെ നമുക്ക് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ മെഡിക്കേഷനിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും, എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, a patient deemed unable to participate due to lack of capacity as defined under Mental Capacity Act 2005. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പേഷ്യന്റ് എവിടെ നിന്നാണ്? കപ്പാസിറ്റി ഇല്ല. നമ്മൾ ആ ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു പോയിന്റും ആണത്. കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ അലോ ചെയ്യത്തില്ല മരുന്നെടുക്കാനായിട്ട്. അത് നമുക്ക് സൈഡിൽ വെക്കാം കേട്ടോ. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ. എ പേഷ്യന്റ് ഡീംഡ് അൺഎബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഡ്യൂ ടു ബീങ് അണ്ടർ ഏജ്. അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ സെൽഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് മാറ്റി നിർത്തും. ഇവിടെ നമ്മൾ ശരിക്കും ഗില്ലി കോമ്പിറ്റൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അതായത് എന്താണ്, ബിലോ 16 ഇയർ ഉള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ കൺസെന്റ് വരെ എടുക്കും ഇവിടെ അല്ലേ. അപ്പൊ നമ്മൾ ഒരു മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ഏജ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തത്തില്ല കേട്ടോ. അവിടെ ആ കുട്ടിക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാം. അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എ പേഷ്യന്റ് ഡീംഡ് അൺഎബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഡ്യൂ ടു ആൽക്കഹോൾ അഡിക്ഷൻ. ആൽക്കഹോൾ അഡിക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അവരെ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അതും റോങ് ആൻസർ ആണ്. കാരണം എന്താണ്, ആൽക്കഹോൾ അഡിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പേഷ്യന്റിന് മെഡിസിൻ എടുക്കാം. ഇനി അവർക്ക് എന്താണ് ഒരു പ്രത്യേകത വരുന്നത്, അവർക്ക് എക്സ്ട്രാ സൂപ്പർവിഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എ പേഷ്യന്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഇവിടെ എന്താണ്, ഹിസ്റ്ററി ആണ്. പേഷ്യന്റ് ഇപ്പൊ ഡ്രഗ് എടുക്കുന്നില്ല, നേരത്തെ പണ്ട് ഡ്രഗ് അഡിക്ഷൻ ആയിരുന്നു. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് നമുക്ക് എക്സ്ട്രാ സൂപ്പർവിഷൻ കൊടുക്കാം. അല്ലാതെ അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സ്ട്രാ സൂപ്പർവിഷൻ കൊടുത്തേച്ചാൽ മതി. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? എ പേഷ്യന്റ് ഡീംഡ് അൺഎബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് കപ്പാസിറ്റി. അതായത് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പേഷ്യനെ നമ്മൾ സെൽഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ അലോ ചെയ്തില്ല കേട്ടോ. അക്കോർഡിംഗ് ടു ദ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേഷ്യൻസ് വുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. ആൻസർ വരുന്നത് എ പേഷ്യന്റ് ഡീംഡ് അൺഎബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് കപ്പാസിറ്റി ആസ് ഡിഫൈൻഡ് അണ്ടർ Mental Capacity Act 2005 കേട്ടോ. അതാണ് എ പേഷ്യന്റ് ഡീംഡ് അൺഎബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് കപ്പാസിറ്റി ആസ് ഡിഫൈൻഡ് അണ്ടർ മെന്റൽ കപ്പാസിറ്റി ആക്ട്. അതായത് കപ്പാസിറ്റി ഇല്ലാത്ത പേഷ്യൻസിനെ നമ്മൾ അലോ ചെയ്തില്ല മെഡിസിൻ എടുക്കാനായിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. A nurse is handing over a patient from a hospital to the community, but they cannot get through the doctor's surgery on the phone to give the patient's information. What action does the nurse take? ഇപ്പൊ ഒരു നഴ്സ് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ് അല്ലെ. അപ്പൊ നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുകയാണ് പേഷ്യന്റിനെ. അപ്പൊ ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത് കനോട്ട് ഗെറ്റ് ത്രൂ ദ ഡോക്ടേഴ്സ് സർജറി ഓൺ ദ ഫോൺ. അത് അവരെ നമുക്ക് ഫോണിൽ കൂടെ കിട്ടിയില്ല. ടു ഗീവ് ദ പേഷ്യൻസ് ഇൻഫർമേഷൻ. നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുക, ഹാൻഡ് ഓവർ കൊടുക്കാൻ പേഷ്യന്റ് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ഫോണിൽ കൂടെ കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, ആസ്ക് പേഷ്യന്റ് ടു ഹാൻഡ് ഓവർ ഇൻഫർമേഷൻ. പേഷ്യന്റിനോട് ഹാൻഡ് ഓവർ ചെയ്യാൻ പറയുക. നേരെ എലിമിനേറ്റ് ചെയ്ത് കളയാം, കാരണം അത് റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ആസ്ക് ദ വാർഡ് ക്ലർക്ക് ടു മേക്ക് ദ കോൾ. വാർഡ് ക്ലർക്കിനോട് പറയാനായിട്ട്.
എലിമിനേറ്റ് ചെയ്ത് കളയാം, കാരണം നമ്മൾ ഒരിക്കലും അത് ചെയ്യത്തില്ല. സ്റ്റേ ഓൺ ദ ഫോൺ അണ്ടിൽ ഇറ്റ് ഈസ് ആൻസർ ടു ഹാൻഡ് ഓവർ ദ ഇൻഫർമേഷൻ. നമ്മൾ ഫോണിൽ സ്റ്റേ ചെയ്യുക, എപ്പോൾ വരെ ചെയ്യണം, അതായത് അണ്ടിൽ നമ്മൾ ആ ഒരു ഹാൻഡ് ഓവർ കൊടുക്കാൻ പറ്റുന്ന വരെ നമ്മൾ സ്റ്റേ ചെയ്യുക. ഓക്കെ, നമുക്കത് സൈഡിൽ നോക്കാം, കാരണം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഹാൻഡ് ഓവർ കൊടുക്കുക എന്നുള്ളത്. എന്നാൽ ഓപ്ഷൻ ഡിയും കൂടെ നോക്കാം. ഡ്രൈവ് ടു ദ സർജറി ടു ഡെലിവർ ദി ഇൻഫർമേഷൻ. നേരെ വണ്ടി എടുത്ത് പോവുക, ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് അവിടെ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുക. അത് ആൻസർ കറക്റ്റ് ആണോ? അല്ല. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റേ ഓൺ ദ ഫോൺ അണ്ടിൽ ഇറ്റ് ഈസ് ആൻസർ ടു ഹാൻഡ് ഓവർ ദ ഇൻഫർമേഷൻ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ കമ്മ്യൂണിറ്റിയിലോട്ട് പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുന്നത് സ്റ്റേ ഓൺ ദ ഫോൺ അണ്ടിൽ ഇറ്റ് ഈസ് ആൻസർ ടു ദ ഹാൻഡ് ഓവർ ദ ഇൻഫർമേഷൻ. Question number 9. To whom can you delegate the administration of medication when using a patient group direction in a flu vaccination? To whom can you delegate? നമുക്ക് ആരെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും? The administration of medication when using a patient group direction in a flu vaccination. അപ്പൊ ഇത് നമ്മൾ PGD PSD പഠിച്ചാലേ നമുക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ ഈ ആൻസർ കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾ തിയറി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം പേഷ്യന്റ് ഗ്രൂപ്പ് ഡയറക്ഷനും പേഷ്യന്റ് സ്പെസിഫിക് ഡയറക്ഷനും. അപ്പൊ ചോദ്യം വന്നിരിക്കുന്നത് ടു ഹോം ക്യാൻ യു ഡെലിഗേറ്റ്, അതായത് നമുക്ക് ആർക്ക് ഈ ജോലി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ വെൻ യൂസിങ് എ പേഷ്യന്റ് ഗ്രൂപ്പ് ഡയറക്ഷൻ. അപ്പൊ PGD വെച്ചിട്ട് നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആർക്കാണ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ നേഴ്സ് ക്യാൻ ഓൺലി ഡെലിഗേറ്റ് ടു എ സ്റ്റുഡന്റ് വെൻ യൂസിങ് പേഷ്യന്റ് ഗ്രൂപ്പ് ഡയറക്ഷൻ. അതായത് ഒരു സ്റ്റുഡന്റ് നേഴ്സിന് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ PGD പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് PGD പ്രകാരം നമ്മൾ ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് നേരെ എലിമിനേറ്റ് ചെയ്തോളാം. ഇവിടെ എന്താണ്, നമ്മൾ ഒരിക്കലും പിള്ളേർക്കോ സ്റ്റുഡൻസിനോ ആർക്കും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യത്തില്ല കേട്ടോ, അത് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ ബി, the nurse cannot delegate when using a patient group direction. അപ്പോൾ ഒരു നഴ്സിന് ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് PGD ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഡെലിഗേഷൻ അലൗഡ് അല്ല. അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്ക് സൈഡിൽ വെക്കാം, ബാക്കി ഓപ്ഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് അതിലോട്ട് തിരിച്ചു വരാം. ഓപ്ഷൻ സി, ദ നേഴ്സ് ക്യാൻ ഓൺലി ഡെലിഗേറ്റ് വെൻ യൂസിങ് എ പേഷ്യന്റ് ഗ്രൂപ്പ് ഡയറക്ഷൻ ടു അനദർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അതായത് വീണ്ടും പറയുവാണ്, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാന്ന് ഇല്ല. റൂൾ അനുസരിച്ചിട്ട് നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി ഓപ്ഷൻ ഡി, ദ നേഴ്സ് കനോട്ട് യൂസ് പേഷ്യന്റ് ഗ്രൂപ്പ് ഡയറക്ഷൻ ടു പ്രൊവൈഡ് അനൽജേസിയ. അതായത് നമ്മളൊരു നേഴ്സ് പേഷ്യന്റ് ഗ്രൂപ്പ് ഡയറക്ഷൻ പ്രകാരം നമ്മൾ അനാൽജേസിയ അല്ലെങ്കിൽ അനാൽജസിക്സ് ഒരിക്കലും നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. കനോട്ട് യൂസ് എ പേഷ്യന്റ് ഗ്രൂപ്പ് ഡയറക്ഷൻ ടു പ്രൊവൈഡ് അനാൽജി. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്തിനെ പറ്റിയിട്ടാണ്? ഡെലിഗേഷനെ പറ്റിയിട്ടാണ്. ടു ഹൂം ക്യാൻ യു ഡെലിഗേറ്റ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ആൻസർ വരും? ആൻസർ ബി വരും. അതായത് എന്താണ്, നമ്മൾ PGD പ്രകാരം ദ നേഴ്സ് കനോട്ട് ഡെലിഗേറ്റ് വെൻ യൂസിങ് എ പേഷ്യന്റ് ഗ്രൂപ്പ് ഡയറക്ഷൻ. PGD ഡയറക്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഡ്യൂട്ടി നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആ നേഴ്സ് ആരാണോ അത് എടുക്കുന്നത് ആള് തന്നെ ആ ഒരു പണി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിയമം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് റീസെന്റ് ഗവൺമെന്റ് റിപ്പോർട്ട്സ് ഇൻക്ലൂഡ്സ് nurturing the next generation of leaders as key priority? Choose the correct answers. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഗവൺമെന്റ് റിപ്പോർട്ടില്, അതായത് UK ഒരു ഗവൺമെന്റ് റിപ്പോർട്ടില് ന്യൂട്രിങ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ലീഡേഴ്സ്. അപ്പൊ ലീഡേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് നല്ലൊരു വാർഡ് മാനേജർ ആണ്, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഇൻചാർജ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഗ്രൂപ്പ് നമുക്ക് നന്നായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാൽ ഭയങ്കര പാടായിരിക്കും. നല്ല ലീഡേഴ്സ് വേണം നമുക്ക്. ലീഡേഴ്സിന്റെ കുറെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ലീഡേഴ്സ് ന്യൂട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപോഷിച്ചെടുപ്പിക്കുന്നത് ഏത് ഗവൺമെന്റ് റിപ്പോർട്ടിലാണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പാസ് കീ പ്രയോറിറ്റി. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ ലോങ് ടേം പ്ലാൻ 2019, BAME ലീഡർഷിപ്പ്, 5-year ഫോർവേഡ് പ്ലാൻ ആൻഡ് ലിബർട്ടേറ്റിംഗ് ദ NHS വൈറ്റ് പേപ്പർ. ഇത്രയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ദ ലോങ് ടേം പ്ലാൻ 2019 ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ ലോങ് ടേം പ്ലാൻ 2019. അപ്പൊ ഇത്രയാണ് നമ്മളുടെ 10 ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട് ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ക്ലാസ് എടുക്കുന്നില്ലായിരുന്നു. അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് വേണ്ടവർ ജസ്റ്റ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ നാട്ടിലുള്ള കുട്ടികൾ +44 എവിടെയാണെന്നാലും നിങ്ങൾ കോഡ് ആഡ് ചെയ്യാൻ മറക്കരുത്. +44 എന്ന് ആഡ് ചെയ്തിട്ട് വേണം, നമ്പറിൽ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.